നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ദൈവം? ദൈവം എന്തിനാണ് മനുഷ്യനെ പടച്ചത്? മനുഷ്യനെ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങേണ്ടി വരും? ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ സന്ദർഭം മുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. സൃഷ്ടിപ്പ് മുതൽ അനന്തത വരെ എന്നുള്ള ടോപ്പിക്കാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്ന സന്ദർഭം, ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം അറിയപ്പെടാൻ ആഗ്രഹിച്ചു. ഖുറാനിൽ പറയുന്നത് അവൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാണ് ദൈവം അറിയപ്പെടാൻ ആഗ്രഹിച്ചത്? ദൈവത്തെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മളെല്ലാവരെയും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം എന്താണ് അറിയിക്കാൻ ശ്രമിക്കുന്നത്, ദൈവം ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതുമുണ്ട്. കുൻ എന്ന് പറയുന്ന ഒരു വാക്കിലൂടെയാണ് ദൈവം ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാക്കളെയും സൃഷ്ടിച്ചത്. കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഒരു പക്ഷേ നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഉണ്ടാവുക എന്ന് പറയുമ്പോൾ, എല്ലാം ഉണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരും ഒരു പക്ഷേ. ഞാൻ അതിനൊരു ഉദാഹരണവും പറയും. നമ്മുടെ വാട്സപ്പ് എല്ലാവരും ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾക്ക് കാണാം പുതിയ AI വന്നിട്ടുണ്ട്. ChatGPT പോലത്തെ AIകളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ചില ഗ്രാഫിക്സ് ഡിസൈൻസ്, ചില പോസ്റ്ററുകൾ, ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രം മതി. ക്യാൻ യു മേക്ക് എ ഇമേജ് ഫോർ പ്ലേയിങ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ആളുടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡ്സ് കൊണ്ട് അത്രയും മണിക്കൂറുകൾ ചെയ്യുന്ന പണി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഇരിക്കേണ്ട ഒരു പണി നമുക്ക് സെക്കൻഡ്സുകൾ കൊണ്ട്, 5 സെക്കൻഡ്സ് കൊണ്ടും 10 സെക്കൻഡ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് AI ജനറേറ്റ് ചെയ്ത് തരുന്നു എങ്കിൽ ദൈവത്തിന് ഉണ്ടാവുക എന്ന് പറയുന്ന പദത്തിലൂടെ എന്തുകൊണ്ട് ഇത്രയും ആത്മാക്കൾ ഉണ്ടാക്കിക്കൂടാ? കാരണം ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. കാരണം ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സൃഷ്ടിപ്പിലോട്ട് തന്നെ പോകാം. ദൈവം ഉണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആത്മാക്കളും ഉണ്ടായി എന്ന് പറയുന്നത് എന്തെല്ലാം ആത്മാക്കളാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും മുന്നിലായിട്ടുണ്ടായിരുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്ദേശവുമായിട്ട് വരുന്ന പ്രവാചകന്മാരുടെ ആത്മാക്കളായിരുന്നു. അപ്പോൾ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് പ്രവാചകന്മാരെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാമൻ ഒരു പ്രവാചകനായിരുന്നു, ശ്രീരാമൻ. ഓക്കെ, ശ്രീകൃഷ്ണൻ ഒരു പ്രവാചകനായിരുന്നു. മുഹമ്മദ് നബി നിങ്ങൾ കേട്ട പ്രവാചകൻ തന്നെയാണ്. നൂഹ് നബി, നോഹ എന്ന് ക്രിസ്ത്യൻസ് പറയും. ഈസ എന്ന് ക്രിസ്ത്യൻസ് പറയും. ഈസാ നബി എന്ന് മുസ്ലിംസ് പറയും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതെല്ലാം ഒരു കണക്ഷനുണ്ട്. എല്ലാം പ്രവാചകന്മാർ തന്നെയാണ്. കാരണം എല്ലാവരും കൊണ്ടുവന്നത്, എല്ലാവരും മനുഷ്യനിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനെ പലരും പല രീതിയിൽ എന്ത് ചെയ്തു? പല പല നാമങ്ങളിൽ വിളിച്ചു. ഇപ്പൊ വിഷ്ണു മഹാരാജ് എന്ന് വിളിക്കുന്നുണ്ട്. വിഷ്ണു മഹാരാജ് ഹിന്ദു ഗ്രന്ഥങ്ങളിലെ അവരുടെ ദൈവമാണ്, അല്ലെങ്കിൽ പ്രവാചകനാണ്. മുസ്ലിം ഇതിലോട്ട് നോക്കുകയാണ് എങ്കിൽ ഹിലർ നബിയെയാണ് ഇതേ പേര് വിളിക്കുന്നത്. വിഷ്ണു മഹാരാജ് എന്ന് പറയുന്നത് ഹിലർ നബിയാണ്. ഹിലർ നബി തന്നെയാണ് വിഷ്ണു മഹാരാജ്. ഓക്കെ, ആദിശങ്കരൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടുണ്ടായിരുന്ന ആ ശങ്കർജി എന്ന് വിളിക്കുന്നുണ്ട്. ഇതിനെ തന്നെയാണ് ആദൻ നബി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എല്ലാ മതങ്ങളുടെയും റൂട്ട് എവിടേക്കാണ്? ഏകദൈവത്തിലേക്ക് തന്നെയാണ്. പിശാചിന്റെ കൈകടത്തലുകളാണ് ഇതിന്റെ ബാക്കിലെല്ലാം തന്നെ സത്യത്തെ മറക്കാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് തന്നെ പോകാം. ആദ്യ നിരയിൽ ആരുണ്ടായി? പ്രവാചകന്മാരുണ്ടായി. രണ്ടാമത്തെ നിരയിൽ എന്തുണ്ടായി? ദൈവവുമായി അടുത്തിട്ടുള്ള ഋഷിമാർ, മുനിമാർ എന്നൊക്കെ പറയാം. മുസ്ലിം ഇതിൽ പറയുകയാണെങ്കിൽ ഔലിയാക്കൾ എന്നൊക്കെ പറയാം. ഓക്കെ, ഇവരുടെ ആത്മാക്കൾ ദൈവത്തിന് മുന്നിൽ വന്നു. പിന്നെ വന്നത് മുഅ്മിനീങ്ങളുടെ ആത്മാക്കളായിരുന്നു. അതായത് മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അത്രയും അടുത്ത ആളുകളെയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. അതിന് പിന്നിലായിട്ട് സാധാരണ ജനങ്ങളുടെ ആത്മാക്കളുണ്ടായി. അതിന് പിന്നിലായിട്ട് സ്ത്രീകളുടെ ആത്മാക്കളുണ്ടായി, മൃഗാത്മാക്കളുണ്ടായി, സസ്യാത്മാക്കളുണ്ടായി, ധാതു ആത്മാക്കളുണ്ടായി. ഈ ധാതു ആത്മാക്കൾക്ക് ചലിക്കാനുള്ള കഴിവില്ലായിരുന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ മാലാഖമാരുടെ ആത്മാക്കളുണ്ടായി, സ്വർഗീയ സ്ത്രീകളുടെ ആത്മാക്കളുണ്ടായി. അതുപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആത്മാക്കളുണ്ടായി, ദുഷ്ടാത്മാക്കളുണ്ടായി. ഇങ്ങനെ ഒരുപാട് ആത്മാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം കുൻ എന്ന് പറയുന്നതിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ ആത്മാക്കളെയും ദൈവം സൃഷ്ടിച്ചു. ശേഷം ദൈവം ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു. അതായത് ഞാനല്ലയോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു.
അപ്പൊ എല്ലാ ആത്മാക്കളും പറഞ്ഞു, അതെ ദൈവമേ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, അല്ലെങ്കിൽ നീ തന്നെയാണ് ഞങ്ങളുടെ സൃഷ്ടാവ് എന്ന് പറഞ്ഞു. ആ സമയത്ത് നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും എല്ലാ ആത്മാക്കളും എന്ത് ചെയ്തു? ദൈവത്തിന് സാഷ്ടാംഗം നമിച്ചു എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിനെ സ്മരിച്ചു, ദൈവത്തിന് വേണ്ടിയിട്ട് സുജൂത് ചെയ്തു. ഇത് ഖുർആനിലെ സൂറത്തുർ റഹ്മാനിൽ പറയുന്ന ഒരായത്താണ്. നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും ദൈവത്തിന് സുജൂത് ചെയ്തു എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത് സംഗതി ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഖുർആനിലൂടെ പല കാര്യങ്ങളും പറയുന്നു. ഞാൻ പറഞ്ഞു, ഖുർആൻ എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന് പെട്ടതല്ല, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ദൈവത്തെ അറിയുക. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കാരണം നിങ്ങൾക്ക് ഹിന്ദു വേദഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം, ദൈവം വസിക്കുന്നത് നിന്റെ ഉള്ളിലാണ് എന്ന് പറയുന്നത്. ഞാൻ നിന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിൽ ദൈവം വസിക്കുന്നു. ഹൃദയത്തിൽ ദൈവനാമമില്ലാത്തവനെ എന്താണ്? ദൈവത്തെ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഖുർആനിലോട്ട് നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിലാണ് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. ഇതേ കാര്യം നിങ്ങൾ ബൈബിളിലോട്ട് നോക്കുകയാണെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൃദയത്തെക്കുറിച്ച്, ഹൃദയത്തിലാണ് ദൈവം ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ഇത്രയും ആത്മാക്കളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ദൈവം എല്ലാവർക്കും ചോദിച്ചു, ഞാനല്ലേ നിങ്ങളുടെ നാഥൻ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. ശേഷം ദൈവം എന്ത് ചെയ്തു? കൃത്രിമമായിട്ട് ഇവരെല്ലാം പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്രിമമായിട്ടുള്ള ദുനിയാവും എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുള്ള ഈ ഒരു ഭൂമിയും ഈ ഭൂമിയിലെ സുഖ സൗകര്യങ്ങളും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ദൈവം ചോദിച്ചു, ആർക്കാണ് ഇത് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ കുറെ ആത്മാക്കൾ മുന്നിലോട്ട് വന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു. അവരുടെ പേരെല്ലാം തന്നെ എന്ത് ചെയ്തു? നരകാവകാശികളുടെ പട്ടികയിൽ എഴുതി വെച്ചു. ശേഷം ദൈവം ചോദിച്ചു, ദൈവം അടുത്തതായിട്ട് സ്വർഗത്തെ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് ഇത് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കുറെ ആളുകൾ എന്ത് ചെയ്തു? ആ ഒരു സ്വർഗം കണ്ടപ്പോൾ, സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടപ്പോൾ കുറെ ആളുകൾക്ക് സ്വർഗം ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിൽ എഴുതപ്പെട്ടു. ഈ രണ്ടെണ്ണം കൃത്രിമമായിട്ട് ഉണ്ടാക്കി ദൈവം കാണിച്ചു കൊടുത്തപ്പോഴും ഇതിൽ രണ്ടിലോട്ടും നോക്കാതെ നിന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ ദൈവത്തെ മാത്രം ആഗ്രഹിച്ചു, ദൈവത്തെ മാത്രം അവർ സ്നേഹിച്ചു, ദൈവം അവരെയും സ്നേഹിച്ചു. ശേഷം ഇവരെ എല്ലാവരേക്കും ഭൂമിയിലോട്ട് പറഞ്ഞയച്ചു. നമ്മളെല്ലാവരും ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പരീക്ഷണം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടുന്ന് മരണപ്പെട്ടു തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് ദൈവത്തോട് നിങ്ങൾ പറയുന്ന ഒരു സന്ദർഭം, ദൈവമേ, ഞാൻ എന്റെ മണ്ടത്തരം കൊണ്ടാണ് എന്ത് ചെയ്തത്? ഞാൻ ആ സമയത്ത്, നീ ചോദിച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തത്? ദുനിയാവ് ആഗ്രഹിച്ചത്, നരകം ആഗ്രഹിച്ചത്, അത് എന്റെ അല്പബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോട് തിരിച്ചെന്തെങ്കിലും പറയാനൊരു ഉത്തരം വേണ്ടേ? അപ്പൊ ദൈവം പറയും, ഞാൻ നിനക്ക് കൃത്രിമമായിട്ടുള്ള ദുനിയാവ് കാണിച്ചു തന്നപ്പോൾ ഇവിടെ നിന്ന് നീ എന്ത് ചെയ്തു? അത് തെരഞ്ഞെടുത്തു. നീ ഭൂമിയിൽ പോയപ്പോഴും നീ തെരഞ്ഞെടുത്തത് എന്തായിരുന്നു? ഇവിടുന്ന് എന്താണോ നീ തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് നീ ഭൂമിയിൽ പോയിട്ടും എന്ത് ചെയ്തത്? തെരഞ്ഞെടുത്തത്. നീ എന്താണോ, നീ സ്വർഗമാണ് ഇവിടുന്ന് തെരഞ്ഞെടുത്തതെങ്കിൽ നീ ഭൂമിയിൽ പോയിട്ടും എന്താണ് ചെയ്തത്? സ്വർഗമാണ് തെരഞ്ഞെടുത്തത്. നീ സ്വർഗവും നരകവുമല്ല നീ തെരഞ്ഞെടുത്തത്, നീ എന്നെ സ്നേഹിക്കുകയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നീ ഭൂമിയിൽ പോയിട്ടും നീ എന്താ ചെയ്തത്? അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് സ്വർഗം വേണോ നരകം വേണോ, അതല്ല ഇത് രണ്ടും വേണ്ടേ, നമുക്ക് ദൈവത്തെ മതിയോ എന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഭൂമിയിലോട്ട് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത് എന്താണ്? ആത്മാക്കളാണ്. ഈ ആത്മാക്കൾ എല്ലാവർക്കും ഈ ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഭൂമിയുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. കാരണം അവർക്ക് ഈ ഭൂമിയിൽ വസിക്കുന്നതിന് എന്ത് വേണം? ഒരു മൺകൂട് വേണം. ഓക്കെ, നമ്മളെല്ലാവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഒരു മൺകൂട് മാത്രമാണ്. ഈ മൺകൂടിനുള്ളിൽ വസിക്കുന്നതാണ് നിന്റെ ആത്മാവ്. ഈ മൺകൂടിനുള്ളിൽ, ഈ മൺകൂട് ഈ ലോകത്ത്, ഈ നാസൂത്തിയ ലോകത്ത് ഉപേക്ഷിച്ച് പോവേണ്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ ഇത് ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. നിങ്ങളുടെ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വേറൊരു ലോകത്തിലോട്ട് നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ് മുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ ശരീരം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യനെ വളരെ ഉത്കൃഷ്ടനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരം പടക്കുമ്പോൾ, അതായത് ആദം സഫിയുള്ള ആദൻ നബി എന്ന് പറയുന്ന ആദൻ നബിയെ ഭൂമിയിലോട്ട് നിയോഗിക്കാൻ ദൈവം
ഇച്ഛിച്ച സമയം അല്ലെങ്കിൽ ചിന്തിച്ച സമയത്താണ് ദൈവം മാലാകമാരോട് ചോദിക്കുന്നത്. ആ സന്ദർഭം ഖുർആനിൽ പറയുന്നുണ്ട്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയമിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചൊരു സന്ദർഭമുണ്ട്. അതായത് ആദമിന് ഒരു പ്രത്യേക പദവി നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭൂമിയിലോട്ട് അയക്കുന്നത്. ഇവിടെ പലരും പഠിച്ചിട്ടുള്ളത് ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും പേരാണ് ആദമിനെ ദൈവം പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല, ഒരു പ്രത്യേക പദവി ആദമിന് നൽകുന്നുണ്ട്. എന്താണത്? വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണത്. എന്തായിരുന്നു ആ പദവി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന്റെ മുന്നോടിയായിട്ട് വേറൊരു കാര്യം കൂടി പറയാം. ഈ സന്ദർഭത്തിൽ മലക്കുകൾ അല്ലെങ്കിൽ മാലാകന്മാർ ദൈവത്തോട് ചോദിച്ചു, അല്ലയോ ദൈവമേ, ഞങ്ങളുണ്ടല്ലോ അങ്ങേക്ക് എന്ത് ചെയ്യാൻ, ആരാധനകൾ ചെയ്യുവാൻ, അങ്ങക്ക് ശുക്ർ ചെയ്യുവാൻ, അങ്ങേക്ക് സുജൂദ് ചെയ്യുവാൻ ഞങ്ങളുണ്ടല്ലോ, എന്തിനാണ് രക്തം ചിന്തുന്ന മനുഷ്യനെ പടക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾക്ക് അല്ലെങ്കിൽ മാലാകന്മാർക്ക് എങ്ങനെ അറിയാം മനുഷ്യൻ രക്തം ചിന്തുന്നതാണ് എന്നുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം ആദമിനെ പടക്കുവാൻ ഉദ്ദേശിച്ച സമയത്താണ് മലക്കളോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ മലക്കളും തിരിച്ചു പറയുന്ന കാര്യമാണെന്ത്, എന്തിനാണ് ദൈവമേ മനുഷ്യനെ പടക്കുന്നത്, രക്തം ചിന്തുന്ന മനുഷ്യനെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദം സഫിയുള്ളാനെ പടക്കുന്നതിന് മുന്നേയും എന്തുണ്ട്, ഒരുപാട് ആദമുകളെ ഈ ഭൂമിയിലോട്ട് ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് അതിലോട്ട് കടന്നു വരാം. നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രം, നിങ്ങളും നിങ്ങളുടെ ഫാമിലി മാത്രമാണ് ഈ ഭൂമിയിൽ ദൈവം ആദ്യമായിട്ട് പടക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ മാത്രമാണ് ഈ ഭൂമി ലോകത്തിൽ ആദ്യമായിട്ട് വരുന്ന മനുഷ്യർ എങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം, ഒരു 150 വർഷങ്ങൾക്കോ 200 1000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും? നിങ്ങളുടെ തലമുറ ഒരുപാട് ജനറേഷനായി പുതിയ ജനറേഷനായി വന്നുകൊണ്ടിരിക്കും അല്ലെ? പക്ഷേ നിങ്ങളുടെ തൊലിയുടെ കളറും നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ അതേ ചിന്താഗതിയും അല്ലെങ്കിൽ നിങ്ങളിലുള്ള ജനറ്ററ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ വരുന്ന തലമുറയിലെല്ലാം ഉണ്ടാകാൻ പോകുന്നത് അല്ലെ? ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യക്കാരുടെ മക്കളെ നമുക്ക് എവിടുന്ന് കണ്ടാലും ഇത് ഇന്ത്യക്കാരനാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു കൊറിയക്കാരനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, ഒരു ജപ്പാൻകാരനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആഫ്രിക്കക്കാരനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വേറൊരു രാജ്യത്തുള്ള വേറൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു അമേരിക്കനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലണ്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ, ഇവരൊക്കെ വ്യത്യസ്ത നിറമുള്ള, വ്യത്യസ്ത ഭാഷയുള്ള, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ആചാരങ്ങളുള്ള ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും ആളുകൾ ഉണ്ടായത്? കാരണം ഒരു മനുഷ്യനിൽ നിന്നാണ് ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരേ ഗുണങ്ങളാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം, ഇവിടെ വന്നിട്ടുള്ള വ്യത്യസ്ത ആദമുകളിൽ നിന്നാണ് ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ആദമിന് പ്രത്യേക പദവി? ആദം സഫിയുള്ളാന്റെ മക്കളാണ് ഏഷ്യക്കാരെല്ലാം തന്നെ. അപ്പോൾ എന്താണ് ആദം സഫിയുള്ളാക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേക പദവി? നമ്മൾ പഠിച്ചു വെച്ചതുപോലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളുടെയും പേരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അറിവോ അല്ല ആദമിന് ദൈവം നൽകിയിട്ടുള്ളത്, ഒരു പ്രത്യേക പദവി നൽകിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക്കിലോട്ട് നമുക്ക് കടന്നു വരാം. അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്നത്, മനുഷ്യ സൃഷ്ടിപ്പിൽ എത്രത്തോളം ആത്മാക്കൾ മനുഷ്യന്റെ ശരീരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഈ ആത്മാക്കളെല്ലാം തന്നെ എവിടെ നിന്ന് വന്നു, ഇവർ ഉറങ്ങിക്കിടക്കുകയാണോ, ഇവരെ എങ്ങനെയാണ് ഉണർത്തേണ്ടത്, ഇവരെ ഉണർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾക്കെല്ലാം മുന്നേ ചക്ര പറയാറുണ്ട്, സെവൻ ചക്രാസ്, അതിൽ മൂലാചക്രം, പല ചക്രങ്ങൾ വളർത്തുന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങളുണ്ടാവും. ഓക്കെ, ചില ഗ്രന്ഥങ്ങളിൽ നിങ്ങൾ കൽബ്, റൂഹ്, സിറ് എന്നൊക്കെ പറയുന്ന ആത്മാക്കളെ കുറിച്ചിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ ഡീപ്പായിട്ടുള്ള വശങ്ങൾ എങ്ങനെയാണ്, ഇവരെന്താണ്, ഏത് ലോകത്തിൽ പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്നെ കേട്ടിട്ടുള്ള എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഇതുവരെ കേട്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.